ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ അനാലിസിസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ പാർട്ട് നമ്മൾ കുറച്ച് മുമ്പാണ് ഡിസ്കസ് ചെയ്തത്. അത് ഒന്ന് പോയി നോക്കണം, കാരണം അല്ലാതെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ രണ്ടാമത്തെ ഭാഗം പോകുന്നത്. കാരണം എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ടാണ് അല്ലേ. അപ്പോൾ അതിലുള്ള ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ, ഒരു ഡെഫിനിഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്നുള്ള ഒരു ഡെഫിനിഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം ലീനിയർ സ്പേസസ് ആൻഡ് നോംഡ് സ്പേസസ്, ഓക്കെ, അതിൽ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ നോംഡ് സ്പേസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ലീനിയർ സ്പേസിലാണ്, കോഷ്യന്റ് സ്പേസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ലാസ്റ്റായിട്ട്. അതിൽ നമ്മൾ നിൽക്കുന്നത് റിലേറ്റീവ്ലി അല്ലേ, ലീനിയർ ഇൻഡിപെൻഡൻറ്റ് വിത്ത് റിലേറ്റീവ് ടു സബ് സ്പേസ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവസാനം. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് കുറച്ച് വെക്റ്റേഴ്സ് ഉണ്ട്, ഒരു സ്പേസിലെ കുറേ വെക്റ്റേഴ്സ് ഉണ്ട്. അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻറ്റുകൾ 0 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയും. ഇനി റിലേറ്റീവ് ടു ദി സബ് സ്പേസ് ആണെങ്കിൽ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ടു റിലേറ്റീവ് ടു സബ് സ്പേസ് ആണെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. സിഗ്മ i = 1 to n ai xi belongs to E1. E1 where E1 is a subset അല്ലെങ്കിൽ സബ് സ്പേസ് ഓഫ് E എന്ന് പറയുന്ന ഒരു ലീനിയർ സ്പേസ് ആണ്. E1 അതിൻ്റെ ഒരു സബ് സ്പേസ് ആണ്. അങ്ങനെയാണ് എങ്കിൽ ഈ റിലേറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒന്നാമത്തെ എന്താണ്, i = 1 to n ai × xi belongs to E1 ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ai's are 0. ഓക്കെ, അപ്പോൾ നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റിൻ്റെ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ i = 1 to n ai × xi = 0 ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ai's 0 ആണ്. ഈ അക്കണ്ടീഷൻ തന്നെയാണ് സത്യത്തിൽ ഇവിടെയും വരിക. പക്ഷേ ഇവിടെ റിലേറ്റീവ് ടു ദി സബ് സ്പേസ് എന്നത് പറഞ്ഞതുകൊണ്ട് അത് ബിലോങ്സ് ടു എന്തായിരിക്കണം, E1 ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റുഡ്? അപ്പം നമ്മൾ ഈ ഡെഫിനിഷൻ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അപ്പം നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. ഇനി ഒരു ലെമ്മയാണ്, കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ള ലെമ്മയാണ്. നമ്മൾ ഈ ലെമ്മ ഓർത്ത് വെക്കണം, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സെവസിനായിക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു കോഷ്യൻ സ്പേസ് ഉണ്ട്. കോഷ്യൻ സ്പേസിൻ്റെ ഡയമെൻഷൻ n ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡയമെൻഷൻ n ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ബേസിസ് ഉണ്ടാവും അല്ലേ. ആ ബേസിസിലെ നമ്പർ ഓഫ് എലമെൻസുകൾ എന്തായിരിക്കും, n ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം അല്ലേ, അതെന്തോ ആവാം ബേസിസ്. ഇവിടുത്തെ ബേസിസ് എലമെൻറ്റ്സ് എന്തായിരിക്കും, കോസെറ്റ്സുകളായിരിക്കും. ഓക്കെ, കോസെറ്റ്സുകളാണ് നമ്മളുടെ ഇവിടുത്തെ ബേസിസ് വരിക. അപ്പം ഈ കോഷ്യൻ സ്പേസിലെ സ്റ്റേറ്റ് ചെയ്യുന്ന ലെമ്മ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഡയമെൻഷൻ n ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് n എലമെൻറ്റ്സ്, അവിടെ നിർബന്ധമായിട്ടും n വെക്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനത്തെ വെക്റ്റേഴ്സ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് റിലേറ്റീവ് ടു E1. E1 റിലേറ്റീവ് ചെയ്യുന്ന ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പുകൾ എക്സിസ്റ്റ് ചെയ്യും, വെക്റ്റേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യും. അതുമാത്രമല്ല, അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി എലമെൻറ്റ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആർബിട്രറി എലമെൻറ്റുകൾ എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെൻറ്റ് എന്ന് എടുത്തിട്ടുണ്ട് എങ്കിലും അവിടെ നിർബന്ധമായിട്ട് അവിടെ ദർ എക്സിസ്റ്റ് സ്കേലാസ്, അവിടെ എന്ത് ചെയ്യും, സ്കേലാസ് എക്സിസ്റ്റ് ചെയ്യും. A1 to an സച്ച് ദാറ്റ് യുണീക്ക് സ്കേലാസ് ആയിരിക്കും. ഓക്കെ, യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണീക്ക് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള അർത്ഥമാണ്. അവരല്ലാണ്ട് വേറൊരാൾ ഉണ്ടാവുകയില്ല. ഓക്കെ, അങ്ങനത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം ഈ കൺസെപ്റ്റ്സ് പ്രകാരം നമുക്ക് യുണീക്ക് വെക്റ്റർ അവിടെ എന്ത് ചെയ്യും, വേറൊരു E1 ഒരു യുണീക്ക് വെക്റ്റർ ഉണ്ടായിരിക്കും, y belongs to E1 such that x = sigma i = 1 to n ai xi plus y. ഓക്കെ, ഈ ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ പറയാനുള്ള വേറൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ ഈ ലെമ്മയിൽ വേറൊരു കൺസെപ്റ്റ്സ് പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയമെൻഷൻ ഓഫ് കോഷ്യൻ സ്പേസ് n ആണ്. അവിടുത്തെ ഡയമെൻഷൻ കോഷ്യൻ സ്പേസ് n ആണ് എങ്കിൽ അവിടുത്തെ ബേസിസ് എലമെൻറ്റ്സ് x1 x2 അല്ലെ, കൊസെറ്റ്സ് x1, ക്ലാസ് x2, അതായത് കൊസെറ്റ്സുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊസെറ്റ്സുകളെ x1 കൊസെറ്റ്സ് x1,
കൊസെറ്റ് x2 എക്സെട്ര കൊസെറ്റ് xn ആയിരിക്കും അവിടുത്തെ ബേസിസ് എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യാനുള്ള പ്രൂഫ് ചെയ്യുമ്പം കുറഞ്ഞ കാര്യങ്ങളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് എന്താണ്, ഡയമെൻഷൻ n ആണ്. അതായത് ഈ അല്ലെ കൊസെറ്റ്സ് x1 കൊസെറ്റ് x2 എക്സെട്ര xn ക്ലാസ് x1 ക്ലാസ് എന്നും പറയാം. ഓക്കെ, കൊസെറ്റ്സ് ക്ലാസ് ആണ് സത്യത്തിൽ. ക്ലാസ് x1 ക്ലാസ് x2 എക്സെട്ര ക്ലാസ് xn എന്ന് പറയുന്ന ഇതിൻ്റെ ബേസിസ് ആണ് എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, x1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു E1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് പറയും, ഇങ്ങനെ ഒരു ആർബിട്രറി എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറയണം. അങ്ങനെ ഒരു y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ പ്രൂഫ് ഉണ്ടാവുക. പിന്നെ കോൺവേഴ്സ് ആയിട്ട് പ്രൂവ് ചെയ്യാണ്ട് എന്താണ്, അതായത് ഇവിടെ റിലേറ്റീവ്ലി അല്ലേ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1 എന്ന് പറഞ്ഞിട്ടുള്ള x1 x2 xnകൾ ഉണ്ട്, വെക്ടേഴ്സുകൾ ഉണ്ട് എന്ന് എടുക്കണം. യുണീക്ക് ആയിട്ടുള്ളതെന്ന് അസ്യൂം ചെയ്യണം. അതുപോലെ തന്നെ വൈയും ഉണ്ട് എന്ന് എടുത്തിട്ട് ഈ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറയണം, ഈ കൊസെറ്റ്സുകൾ എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ബേസിസ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ബേസിസ് ആണ് എന്ന് എടുത്തിട്ട് അത് അല്ലേ കൊസെറ്റ്സുകൾ ബേസിസ് ആണ് എന്ന് എടുത്തിട്ട് ഈ x1 x2കൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1 ആണ് എന്നും, അതുപോലെ തന്നെ അത് മാത്രമല്ല ഏതൊരു ആർബിട്രറി എലിമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ യുണീക്ലി എക്സ്പ്രസ്ഡ് ഇല്ലേ ദിസ് ഈക്വാലിറ്റി അല്ലേ. ഓക്കെ, ഈക്വാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയാം. അതുപോലെ തന്നെ കോൺവേഴ്സ്ലി ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊസെറ്റ്സുകൾ ഈ ഇങ്ങനെ വരുന്ന കൊസെറ്റ്സുകൾ എന്താണെന്ന് ബേസിസ് ആണ് എന്നും പ്രൂവ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പ്രൂഫിലേക്ക് പോവാണ്. പ്രൂഫിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അസ്യൂം ചെയ്യണം ഡയമെൻഷൻ അല്ലേ, കോഷ്യന്റ് സ്പേസിന്റെ ഡയമെൻഷൻ എന്നാണ്. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, x1 അല്ലെ ക്ലാസ് x1 അതായത് കൊസെറ്റ് x1 കൊസെറ്റ് x2 എക്സെട്ര xn എന്താണ്, ഒരു ബേസിസ് എലമെന്റ്സ് അല്ലെ, അത് ബേസിസ് എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ബേസിസ് എലമെന്റ്സുകളാണ് അല്ലെ, അല്ലെങ്കിൽ ബേസിസ് ആണ് എന്തിൻ്റെ, കോഷ്യന്റ് സ്പേസ് E/E1ന്റെ ബേസിസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്, അങ്ങനെ ബേസിസ് ആണ് എങ്കിൽ നമുക്കറിയാം അല്ലെ, എന്തറിയാം, ഡെഫിനിഷൻ ബേസിസിന്റെ ഡെഫിനിഷൻ പ്രകാരം ഈ ഇതെന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും അല്ലേ. അതായത് കോഷ്യന്റ് സ്പേസിലെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും എന്ത്, ഇയാള്. അതുപോലെ തന്നെ ഇവർ എന്ത് ചെയ്യുകയും ചെയ്യും, ഇതിലുള്ള എല്ലാ കോസെറ്റ്സുകളെയും ഇതിലുള്ള എല്ലാ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊസെറ്റ്സുകൾ എല്ലാ കൊസെറ്റ്സുകളെയും എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യുന്ന കുഞ്ഞാപ്പുകളുമാണ് ഇവർ എന്ന് മനസ്സിലായി ബേസിസ് എലമെന്റ്സിന്റെ ഡെഫിനിഷൻ പ്രകാരം. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് x1 പ്ലസ് E1 അല്ലേ. ഇതിന്റെ അർത്ഥം എന്താണ്, ക്ലാസ് x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് x2 പ്ലസ് E1 അല്ലേ. ഇനി x3 എന്ന് പറഞ്ഞ ക്ലാസ് x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് x3 പ്ലസ് E1. അങ്ങനെ ക്ലാസ് xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് xn പ്ലസ് E1. അങ്ങനെയാണ് സത്യത്തിൽ കൊസെറ്റ്സുകൾ ഉണ്ടാവുക അല്ലേ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത്, അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് റിലേറ്റീവ് ടു x1 x2 ഈ കുഞ്ഞാപ്പുകളൊക്കെ എന്താണ് എന്ന് കിട്ടണം, x1 x2 xn's എന്താണ്, റിലേറ്റീവ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ടു ദി സബ് സ്പേസ് E1ന് E1 എന്ന് പറയുന്ന സബ് സ്പേസിന് റിലേറ്റീവ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കൊസെറ്റ്സിന്റെ ഡെഫിനിഷൻ പ്രകാരം അല്ലേ ലീനിയർ കോമ്പിനേഷൻ വിത്ത് കോഎഫിഷ്യന്റ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ചെയ്യാണ് അല്ലേ. ഞാൻ നിങ്ങളുടെ ബുക്കിലുള്ള മോഡലിൽ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. A1 x1 പ്ലസ് E1 അല്ലേ, ഇതിൻ്റെ അല്ലേ A1 ക്ലാസ് x1 പ്ലസ് A2 ക്ലാസ് x2 പ്ലസ് A3 ക്ലാസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് AN ക്ലാസ് xn ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A1 ക്ലാസ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, A1 x1 പ്ലസ് E1 ആണ്. അതുപോലെ തന്നെ A2 ക്ലാസ് x2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1 x2 പ്ലസ് E1 ആണ്. ഓക്കെ, A3 ക്ലാസ് x3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A3 ഇൻറ്റു x3 പ്ലസ് E1 ആണ് പ്ലസ് എക്സെട്ര പ്ലസ് AN xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AN
ക്ലാസ് എക്സ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എൻ ഇൻറ്റു എക്സ് എൻ പ്ലസ് E1 എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കോഷ്യൻ സ്പേസിലെ 0 എന്ന് പറയുന്നത് 0 പ്ലസ് E1 അല്ലെങ്കിൽ E1 തന്നെയാണ് കോഷ്യൻ സ്പേസിലെ എന്ത് വരിക, അഡിറ്റീവ് ഐഡൻറ്റിറ്റി അല്ലെ സീറോസ് എന്ന് പറയുന്നത് അല്ലേ, ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് അതിൽ നിന്ന് വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഉണ്ടാക്കാൻ കോഷ്യൻ സ്പേസിൻ്റെ ഡെഫിനിഷന് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്നുകൂടി മാറ്റി എഴുതാൻ പോവുകയാണ്. ഇത് സെയിം തന്നെയാണോ ഞാൻ എഴുതി വെച്ചത്? സെയിം തന്നെയാണ് അല്ലേ, A1x1 പ്ലസ് ഇത് A2x2 പ്ലസ് സെയിം തന്നെയാണ് എഴുതി വെച്ചത്, അത് മാറിപ്പോയതാണ് കേട്ടോ, സെയിം തന്നെയാണ് എഴുതി വെച്ചത്. ഓക്കെ, അപ്പം വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്യാം, കോഷ്യൻ സ്പേസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് A1x1 പ്ലസ് A2x2 പ്ലസ് A3x3 പ്ലസ് എക്സെട്ര പ്ലസ് ANxn പ്ലസ് E1 ഈക്വൽ ടു എന്താണ് 0 പ്ലസ് E1 അല്ലേ. ഇനി അതിൻ്റെ മീനിങ് എന്താണ്, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ അല്ലേ I ഈക്വൽ ടു 1 to n AIXI പ്ലസ് E1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0 പ്ലസ് E1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ കൺസെപ്റ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, സിഗ്മ I ഈക്വൽ ടു 1 to n AIXI ഈക്വൽ ടു എന്താണ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, ബേസിസ് എലമെൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് വേർ A1 A2 A3 എക്സെട്ര AN are 0. ഓക്കെ, A1 A2 A3 എക്സെട്ര AN are 0. കാരണം എന്തുകൊണ്ട്, കാരണം ക്ലാസ് x1 ക്ലാസ് x2 ക്ലാസ് x3 എക്സെട്ര ക്ലാസ് xn എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അങ്ങനെ വരുമ്പം സ്കേലാസ് ഒക്കെ എന്തായിരിക്കും 0 ആവൽ നിർബന്ധമാണ്. ഈക്വൽ ടു സമ്മ് 0 ആണ് എങ്കിൽ, ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ അതിലുള്ള സ്കേലാസ് നിർബന്ധമായിട്ടും 0, മറ്റേ ആളുകൾ ഒന്നും 0 ആവില്ല എന്നാണ് അതിൻ്റെ മീനിങ്. അറിയേണ്ട ശരി, ഏതെങ്കിലും 0 ആവാം, പക്ഷേ എന്ത് വരാൻ പാടില്ല, നോൺ 0 എലമെൻസുകളായിരിക്കും. അറിയേണ്ട ശരി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, സിഗ്മ I ഈക്വൽ ടു 1 to n AIXI ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കിട്ടേണ്ടത് അതന്നെയാണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റിന് വേണ്ടിയിട്ട് കിട്ടേണ്ടത് അതാണ്. ഇനി 0 എന്ന് പറയുന്ന സബ്സ്പേസിൽ സീറോസ് ഉണ്ടായിരിക്കും E1-ൽ. അതിൻ്റെ അർത്ഥം എന്താണ്, ഇഫ് അല്ലേ സിഗ്മ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു XI ബിലോങ്സ് ടു E1 ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ A1 നമ്മൾ മുമ്പ് തന്നെ കണ്ടീഷൻ എടുത്തിട്ടുണ്ട്, A1 A2 എക്സെട്ര AN ഈക്വൽ ടു എന്താണ് 0. അറിയേണ്ട ശരി. Therefore, by the definition of linearly independent vectors relative to E1 എന്ന് പറയുന്നത്, റിലേറ്റീവ് ടു സബ്സ്പേസ് E1 എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ എന്താണ് വെക്ടേഴ്സ് എക്സൈസ് ഒക്കെ എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു E1 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈക്വാലിറ്റി പ്രൂവ് ചെയ്യാണ്ട്, അതായത് എന്താണ്, നമുക്ക് കൊസെറ്റ്സുകൾ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ കൊസെറ്റ്സുകളും കിട്ടി, അതുപോലെ തന്നെ എക്സൈസ് എല്ലാം റിലേറ്റീവ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മളുള്ള ബാക്കി ചെയ്യാനുള്ളത് ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു കൊസെറ്റ് എടുത്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും അല്ലേ. ബേസിസ് എലമെൻറ്റ്സ് ആണ് എന്ത്, ക്ലാസ് x1 അല്ലെങ്കിൽ കൊസെറ്റ് x1 കൊസെറ്റ് x2 എക്സെട്ര കൊസെറ്റ് xn അല്ലെങ്കിൽ ക്ലാസ് x1 ക്ലാസ് x2 എക്സെട്ര ക്ലാസ് xn എന്താണ് ബേസിസ് എലമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആർബിട്രറി കൊസെറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതായത് ക്ലാസ് x1 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മീനിങ് എന്താണ്, x പ്ലസ് E1 എന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് അതിനെ മാറ്റി എഴുതാൻ പറ്റും കൊസെറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് സിഗ്മ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു XI മോഡുലസ് ഓഫ് XI. ഈ AI അല്ല കേട്ടോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 0 ആവും എന്നുള്ള കണ്ടീഷനാണ്. ഇതൊരിക്കലും ഇത് 0 ആണ് എന്നുള്ള അല്ല, AIs എല്ലാം 0 ആയിക്കൊള്ളണമെന്നില്ല, നമ്മളിവിടെ സ്കേലാസ് ആണ് എന്നാണ് മീനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ I ഈക്വൽ ടു 1 to n AI ഇൻറ്റു ബൈ ദി ഡെഫിനിഷൻ ഓഫ് ബേസിസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം, കാരണം ക്ലാസ് എക്സൈസ് ഒക്കെ എന്താണ് ബേസിസ് എലമെൻസുകളാണ്. അപ്പോൾ ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഏതൊരു എലമെൻറ്റിനെയും, അതായത് കോഷ്യൻ സ്പേസിൽ ഏതൊരു എലമെൻറ്റിനെയും എഴുതാൻ പറ്റും, അതുപ്രകാരം നമ്മൾ എഴുതി. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ മീനിങ് കോഷ്യൻ സ്പേസിലെ എലമെൻറ്റുകളാണ്, അതായത് x പ്ലസ് E1 എന്ന് പറയുന്ന രീതിയിലുള്ള എലമെൻറ്റുകളെ കൊസെറ്റ്സ് ആക്കി എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്,
E1 എന്ന് പറയുന്നത് സബ് സ്പേസ് ആണ്. ഇ എന്ന് പറയുന്ന ലീനിയർ സ്പേസിന്റെ സബ് സ്പേസ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് E1 എന്നതിൻ്റെ മീനിങ് എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ അല്ലേ, സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് വൈ വേർ വൈ ബിലോങ്സ് ടു E1 എന്ന് പറയുന്ന മോഡലിലുള്ള എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് പ്ലസ് E1 എന്ന് പറയുന്നത്. ആർ യു അണ്ടർസ്റ്റുഡ്? ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഇതാറ്റും വിച്ച് ഈസ് ഇതിൻ്റെ മീനിങ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഇത് തൊട്ട് മോളത്തെ സംഭവം തന്നെയാണ്. നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം അല്ലേ. ഇതിൻ്റെ മീനിങ് എന്താണ്? A1 x1 പ്ലസ് E1, A2 x2 പ്ലസ് E1, A3 x3 പ്ലസ് E1, AN xn പ്ലസ് E1 അല്ലേ. കാരണം ഇതിൻ്റെ മീനിങ് എക്സൈൻ്റെ ക്ലാസ് എക്സൈൻ്റെ മീനിങ് ആണ് സത്യത്തിൽ. ഇതൊന്ന് ലാർജ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇതിനെ നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര കോസെറ്റ്സിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് A3 x3 പ്ലസ് എക്സെട്ര AN xn പ്ലസ് E1 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ സിഗ്മ അല്ലേ, ക്ലാസ് ഓഫ്, ഇത് E1 പുറത്തായതുകൊണ്ട് ഇതിനെ മാറ്റി എഴുതാം ക്ലാസ് ഓഫ് അല്ലേ, A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 എന്ന് എഴുതാം. അതായത് സിഗ്മ I ഈക്വൽ ടു 1 to n AI xIൻ്റെ ക്ലാസ് ആക്കി എഴുതാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ക്ലാസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്ലാസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഓഫ് സിഗ്മ I ഈക്വൽ ടു 1 to n AI xI എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു എന്ത് മീനിങ് വന്നു? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to അല്ലേ 1 to n AI ഇൻറ്റു xi പ്ലസ് സം വൈ. ബിക്കോസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഇവിടെ നോക്കുക, A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സ് പ്ലസ് E1 ഈക്വൽ ടു A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 പ്ലസ് എക്സെട്ര AN xn പ്ലസ് E1 ഇങ്ങനെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്ലസ് വൈ ബിലോങ്സ് ടു E1 സെറ്റ് ഓഫ് ഓൾ ദിസ് സച്ച് ദാറ്റ് പ്ലസ് 1 അല്ലേ പ്ലസ് വൈ E1 ഈ വൈ ബിലോങ്സ് ടു E1 എന്ന് പറയുന്ന ഫോമിലായി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n AI xi പ്ലസ് വൈ. വൈ ബിലോങ്സ് ടു E1. അതൊരിക്കലും വൈ ചിലപ്പം 0 ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലമെൻ്റ് ആവാം വീണ്ടും. ഓക്കെ, അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ വാല്യൂ ഫോർ സം വൈ ബിലോങ്സ് ടു E1. അപ്പോൾ നമുക്ക് ഈ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, യുണീക്ക്നെസ്സിന് നമ്മൾ അസ്യൂം ചെയ്യുക വേറൊരു Z E1 ഈ ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അതായത് ഇഫ് എക്സ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to n BI xi പ്ലസ് Z ഇവിടെ Z എന്താണ്? ബിലോങ്സ് ടു E1 ഉണ്ട് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ രണ്ട് മോഡൽ നമുക്ക് കിട്ടി. തൊട്ട് മുമ്പത്തെ ഇതിൽ നിന്ന് എക്സ് AI സിഗ്മ I ഈക്വൽ ടു 1 to n AI xi പ്ലസ് വൈയും ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തു സിഗ്മ I ഈക്വൽ ടു 1 to n BI xi പ്ലസ് Z എന്നും അസ്യൂം ചെയ്തു. അവിടെ വൈയും ഇവിടെ സെഡും. യുണീക്ക്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം കോൺട്രഡിക്ഷൻ യുണീക്ക് അല്ല എന്ന് എടുത്തിട്ട് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്, കോൺട്രഡിക്റ്റ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെയാ? അതായത് എക്സിന് രണ്ട് ഈക്വാലിറ്റികളിൽ വരുന്നുണ്ട്, LHSഉം അല്ലേ, രണ്ട് RHSകൾ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സിഗ്മ I ഈക്വൽ ടു 1 to n AI xi പ്ലസ് വൈ ഈക്വൽ ടു എന്ത് വരും? സിഗ്മ I ഈക്വൽ ടു 1 to n BI xi പ്ലസ് Z. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI x പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? സിഗ്മ I ഈക്വൽ ടു 1 to n അല്ലേ, വൈനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക, സിഗ്മ I ഈക്വൽ ടു 1 to n BI xi ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ യു വിൽ ഗെറ്റ് സിഗ്മ I ഈക്വൽ ടു 1 to n AI മൈനസ് BI ഇൻറ്റു xi അല്ലേ. ഒരു സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഞാനത് എഴുതിയിട്ടില്ല, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുമ്പ് ഒരു സിംപ്ലിഫിക്കേഷൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to n AI xi മൈനസ് സിഗ്മ I ഈക്വൽ ടു 1 to n BI xi ഈക്വൽ ടു Z മൈനസ് വൈ എന്നുണ്ടാവും. അതിൽ ഞാനിവിടെ അത് എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി അത് പോട്ടെ. സിഗ്മ I ഈക്വൽ ടു 1 to n AI xi അല്ലേ AI മൈനസ് BI ഇൻറ്റു xi ഈക്വൽ ടു Z മൈനസ് വൈ. പക്ഷെ അവിടെ xiക്ക് എന്താ പ്രത്യേകത? നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട് തൊട്ട് മുമ്പ്. എന്താണ്? റിലേറ്റീവ്ലി അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1. അറിയേണ്ട അങ്ങനെയാണ് എങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ ഈ ഭാഗത്ത് അല്ലേ ഇതിൻ്റെ LHS നോക്കുക. സിഗ്മ I ഈക്വൽ ടു 1 to n AI മൈനസ് BI അതൊരു സ്കേലാറാണ്
കാരണം എ ഐ ഈസ് എ സ്കേലാർ, ബി ഐ ഈസ് അനദർ സ്കേലാർ, ദെൻ യു വിൽ ഗെറ്റ് എ ഐ മൈനസ് ബി ഐ ഈസ് അനദർ സ്കേലാർ. ദെൻ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എന്തായിരിക്കും? എ ഐ മൈനസ് ബി ഐ നിർബന്ധമായിട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കൽ നിർബന്ധമാണ്. ഓക്കെ. പിന്നെ സെഡിനും പ്രത്യേകതയുണ്ട്, വൈക്കും പ്രത്യേകതയുണ്ട്. എന്താണ്? സെഡ് ബിലോങ്സ് ടു E1 ആണ്, y ബിലോങ്സ് ടു E1 ആണ്. അപ്പോൾ z മൈനസ് വൈയും ബിലോങ്സ് ടു E1 ആയിരിക്കും. കാരണം E1 ഈസ് എ സബ് സ്പേസ് ക്ലോസ്ഡ് അണ്ടർ ദി അഡീഷൻ അല്ലേ? ഓക്കെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എ ഐ മൈനസ് ബി ഐ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് ഐ എന്താണെന്ന് കിട്ടി? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1 എന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നിന്ന് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ മൈനസ് ബി ഐ എക്സ് ഐ ഈക്വൽ ടു 0 ഫോർ വാട്ട്? എന്തുകൊണ്ട്? റീസൺ എന്താണ്? കാരണം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു. ഓക്കെ. വിച്ച് ഇംപ്ലൈസ് നിർബന്ധമായിട്ടും എ ഐ മൈനസ് ബി ഐ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്നും 2 കണ്ടീഷൻ വരാനുള്ള വേറൊരു രീതിയിൽ പറയാം. ഇവിടെ 0 കൊടുക്കണമെന്നുമില്ല. ഓക്കെ. അങ്ങനത്തെ ആവശ്യമില്ല. കാരണം z മൈനസ് വൈ E1 അങ്ങനെയാണെങ്കിൽ സിഗ്മ ഈക്വൽ ടു ബൈ ദി ഡെഫിനിഷൻ ഓഫ് റിലേറ്റീവ് എന്ത് പറഞ്ഞാൽ മതി? z മൈനസ് വൈ ബിലോങ്സ് ടു E1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഈക്വൽ ടു 1 to n എ ഐ മൈനസ് ബി ഐ എക്സ് ഐ എവിടെ ഉണ്ടായിരിക്കും? E1 എന്ന് കിട്ടി. കാരണം z മൈനസ് വൈ ഉണ്ട് എങ്കിൽ അതിന് ഈക്വൽ ആണ് ഇയാൾ. അപ്പോൾ ഇയാൾ E1 ബൈ ദി ഡെഫിനിഷൻ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു E1 എന്നുള്ള ഡെഫിനിഷൻ, അതിൻ്റെ ഡെഫിനിഷൻ ഓർമ്മയുണ്ടാവുക. അത് ബിലോങ്സ് ടു E1 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും എ ഐ അല്ലേ സ്കേലാർ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് എ ഐ മൈനസ് ബി ഐ ഈക്വൽ ടു 0. ഓക്കെ. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ മൈനസ് ബി ഐ ഇൻറ്റു എക്സ് ഐ ഈക്വൽ ടു 0 വരുന്നത്. അറിയണ്ടോ? ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? therefore എന്ത് കിട്ടി നമുക്ക്? കറസ്പോണ്ടിങ് ആയിട്ട് z മൈനസ് വൈ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് y ഈക്വൽ ടു z. അപ്പോൾ നമ്മൾ ആദ്യം കോൺട്രഡിക്റ്റ് ആയി, അതായത് ഒരേ യുണീക്ക് അല്ലാന്ന് നമ്മൾ 2 രീതിയിൽ എഴുതാന്നെടുത്തിരുന്നു എക്സിനെ. പക്ഷേ ആ പോസിബിലിറ്റി ഇവിടെ പൊളിഞ്ഞു. അതായത് ഈക്വാലിറ്റി ഒരേ മോഡലേ ഉള്ളൂ എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്താണ്? യുണീക്ക് ആണ് എന്ന് ബോധ്യപ്പെട്ടു. അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ഓക്കെ. എന്തുകൊണ്ടാണ് യുണീക്ക് ആവാൻ കാരണം? 2 കണ്ടീഷനൊക്കെ കൊണ്ടാണ്. ഒന്ന് എ ഐസും യുണീക്കാണ്, അതുപോലെ തന്നെ വൈയും യുണീക്കാണ്. എന്തുകൊണ്ട്? എ ഐ മൈനസ് ബി ഐ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എ ഐ ഈക്വൽ ടു എന്തായിരിക്കും? ബി ഐ ആയിരിക്കും. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു സെഡും ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? യുണീക്ക് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു പാർട്ട് അവിടെ കഴിഞ്ഞു. ഓക്കെ. അതായത് നമ്മൾ ഇങ്ങനെ ബേസിസ് എലമെൻറ്റ്സ് n ബേസിസ് എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ അവിടെ ഇങ്ങനെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും, ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊന്നുള്ളത് കോൺവേഴ്സ്ലി നമുക്ക് എന്താ ഉള്ളത്? അതായത് ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ബേസിസ് എലമെൻറ്റ്സ് ആണ് ആ കൊസെറ്റ്സുകൾ അതുകൊണ്ടുണ്ടാക്കുന്ന കൊസെറ്റ്സുകൾ, ആ വെക്ടേഴ്സിനെ കൊണ്ടുണ്ടാക്കുന്ന ഏത് വെക്ടേഴ്സിനെ കൊണ്ട്? റിലേറ്റീവ് അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1 ഇതിനെ കൊണ്ടുണ്ടാക്കുന്ന വെക്ടേഴ്സുകൾ എന്താണ് നമുക്ക് കിട്ടണം? അതിനെ കൊണ്ടുണ്ടാക്കുന്ന കൊസെറ്റ്സുകൾ എന്താണെന്ന്? ബേസിസ് ആണ് എന്ന് കിട്ടും. അണ്ടർസ്റ്റുഡ്? അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസ്യൂം ചെയ്യാം. ഓക്കെ. അസ്യൂം ചെയ്യുന്നത് എന്താണ്? നമ്മൾ എക്സ് എടുത്തു. എക്സ് എന്ന് പറയുന്ന ഈയിലുള്ള ഏതൊരു നമ്പറുകൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ ഇൻറ്റു എക്സ് ഐ പ്ലസ് 5. ഓക്കെ. ഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ എക്സ് ഐസ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1. ഓക്കെ. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവുക. ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു ഇതിൻ്റെ ഡെഫിനിഷനും മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കാരണം അതിനാണ് ഇവിടെ പ്രാമുഖ്യം. ഓക്കെ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ്? x1 x2 എക്സെട്ര xn എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു ഇനീഷ്യലൈസ് ചെയ്തു. ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു. യുണീക്ക്. ഓക്കെ. യുണീക്ക്ലി ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് എടുത്തു. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെയാണ് എങ്കിൽ ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന സംഭവം നോക്കാം. ഇവിടെ
സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ ഇൻറ്റു എക്സ് ഐ ബിലോങ്സ് ടു E1 ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എന്താണ് ഡെഫിനിഷൻ പ്രകാരം, കാരണം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റിലേറ്റീവ് ടു E1 ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്താണ് ഇത് ബിലോങ്സ് ടു E1 ഉണ്ടാവും. E1 ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ട് A1 കോമ ഇതിൽ നിന്ന് ഫോളോ ചെയ്യുന്ന എന്താണ് A1 A2 AR 0. ഓക്കെ, ദാറ്റ് മീൻസ് അത് 0 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് പ്രകാരം 0 ആണ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ. നമുക്ക് കൊസെറ്റ്സുകളിലാണ് പോകേണ്ടത്. കൊസെറ്റ്സ് എന്താണ്, നമുക്ക് ബേസിസ് ഈ സിഗ്മ കൊസെറ്റ്സ് x1 അല്ലെങ്കിൽ എക്സൈസ് ഒക്കെ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ബേസിസ് എലമെന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ബേസിസ് എലമെന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണേ ആദ്യം എന്ത് പ്രൂവ് ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എ ഐസ് എല്ലാം 0 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അറിയോ, അണ്ടർസ്റ്റുഡ്? എ ഐസ് 0 ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ട് അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐസ് ഇൻറ്റു എക്സൈസ് അത് 0 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എക്സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ദി ഡെഫിനിഷൻ പ്രകാരം A1 x1 പ്ലസ് E1 A2 x2 പ്ലസ് E1 A3 x3 പ്ലസ് E1 എക്സെട്ര AN xn പ്ലസ് E1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെ, കൊസെറ്റ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം A1 x1 പ്ലസ് A2 x2 പ്ലസ് A3 x3 പ്ലസ് എക്സെട്ര AN xn പ്ലസ് E1 വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് കൊസെറ്റ്സിൻ്റെ ഡെഫിനിഷൻ നമ്മളുടെ ഈ ബുക്കിലെ കൊസെറ്റ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ പ്ലസ് E1 എന്നാണ്. ദാറ്റ് ഈസ് എ ക്ലാസ് ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ. ഓക്കെ, ഇനി സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ എ ഐസ് ആർ 0 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും എന്താണ് 0 ആണ്. എ ഐ എക്സ് ഐ ഈക്വൽ ടു 0 ആയിരിക്കും. എന്തുകൊണ്ട് A1 A2 A3 ആർ 0. അങ്ങനെയാണെങ്കിൽ എ ഐ ഇൻറ്റു എക്സ് ഐസ് ആർ 0. അറിയോ, അണ്ടർസ്റ്റുഡ്? അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നിർബന്ധമായിട്ടും, കാരണം എന്തുകൊണ്ട് റിലേറ്റീവ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റിലേറ്റീവ് അല്ലേ, റിലേറ്റീവ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് റിലേറ്റീവ് ടു E1. ഓക്കെ, അത് പ്രത്യേകം ഓർക്കണം. അത് പ്രകാരം എ ഐസ് എല്ലാം 0 ആയിരിക്കും ആ ഡെഫിനേഷൻ പ്രകാരം. അങ്ങനെ ആകുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അങ്ങനെ വരുമ്പോൾ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ എന്താണ് 0, ദാറ്റ് ഈസ് 0 ക്ലാസ്. 0 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് E1 അതാണ് ഉദ്ദേശിക്കുന്നത്. അറിയോ, അണ്ടർസ്റ്റുഡ്? അപ്പം എന്ത് കിട്ടി, നമുക്ക് കിട്ടി കഴിഞ്ഞത് എന്താണ്, അതായത് കൊസെറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആണ്, വേർ എ ഐസ് എന്താണ് എ ഐസ് 0 ആണ്, ഇങ്ങനെ 0 ആണ് എങ്കിൽ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇവിടുത്തെ കൊസെറ്റ്സ് x1 അല്ലേ, ക്ലാസ് x1 ക്ലാസ് x2 എക്സെട്ര ക്ലാസ് xn ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അറിയോ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് ഡൗട്ടുകൾ പെട്ടെന്ന് തന്നെ തീർത്ത് തരുന്നതാണ്. ഓക്കെ, ഒരു പരിധിയുണ്ട്. കാരണം വീഡിയോ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ പറയുന്നതിനും ഇങ്ങനെ പറച്ചിൽ നമ്മൾ പറയും, പക്ഷേ നമ്മൾ പറയുന്ന നിങ്ങൾ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നതെന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാതിരിക്കരുത്. പ്രൂഫിലൊക്കെ കേട്ടോ ഇമ്പോർട്ടൻ്റ്. പല രീതിയിലും പ്രൂഫ് എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ടേമുകളും കാര്യങ്ങളും കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് കിട്ടിക്കഴിഞ്ഞു അല്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആർബിട്രറി കോസെറ്റ്സ് കോഷ്യൻ സ്പേസ് എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഈ കുഞ്ഞാപ്പുകളെ കൊണ്ട് എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഇതിനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്യണം. അറിയോ, അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ഓക്കെ, അതിന് സിമ്പിളാണ്. നമ്മൾ മോളിൽ ഒരു ഈക്വാലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലാസ് എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി കൊസെറ്റ്സ് ആണ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഈക്വാലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ പ്ലസ് വൈ എന്ന് പറയുന്നത് യുണീക്കാണ് എന്ന് നമ്മൾ ഇങ്ങനെ ചെയ്യാം. വൈ ബിലോങ്സ് ടു E1 എന്ന് നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒന്നും അല്ലേ ആർ എച്ച് എസിൽ നിന്നും സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഇപ്പുറത്തെ സൈഡിലേക്ക് LHSലേക്ക്. ദാറ്റ് മീൻസ് എക്സ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ഐ എക്സ് ഐ ഈക്വൽ ടു വൈ. വൈ എന്ന് പറയുന്നത് എവിടെയുള്ള കുഞ്ഞാപ്പാണ്, E1 എലമെൻ്റാണ്. ഓക്കെ,
അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് കിട്ടി y E1 ഉണ്ട് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എക്സ് മൈനസ് സിഗ്മ i ഈക്വൽ ടു 1 to NaAi xi ബിലോങ്സ് ടു E1 ഉണ്ട് എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് കറസ്പോണ്ടിങ് ആയിട്ട് E1 ഉണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞ് കറസ്പോണ്ടിങ് ആയിട്ട് therefore അതുകൊണ്ട് ഇതിൻ്റെ ക്ലാസ് സിഗ്മ എക്സ് എന്നതിനെ കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് AIs ആർ സീറോസ്. അങ്ങനെ വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് മൊത്തം സീറോസ് ആയിരിക്കും. അങ്ങനെയും പറയാം. അതല്ല ദർ എക്സിസ്റ്റ് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും സാറ്റിസ്ഫൈ വിത്ത് സിഗ്മ i ഈക്വൽ ടു 1 to NaI xi എന്നും പറയാം. ഓക്കെ, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിനെ വിച്ച് ഇസ് ഈക്വൽ ടു ബൈ ദി ഡെഫിനിഷൻ ഓഫ് കൊസൈഡ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സിഗ്മ i ഈക്വൽ ടു 1 to NaI ഇൻറ്റു ക്ലാസ് xi എന്ന് എഴുതാം. അപ്പം ക്ലാസ് xi ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഏതൊരു ആർബിട്രറി കോസെറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്ത് ചെയ്യാൻ പറ്റും, ലീനിയർ കോമ്പിനേഷൻ ആക്കി ക്ലാസ് xiൻ്റെ എഴുതാൻ പറ്റും. therefore you will get class x1, class x2, etc. class xn form a basis for E over E1. That means ഇവിടെ എത്ര ബേസിസ് എലമെൻസുകളുണ്ട്, n ബേസിസ് എലമെൻറ്റ്സ് ഉണ്ട്. therefore n ഡയമെൻഷണൽ ലീനിയർ സ്പേസ് ആണ് കോഷ്യൻ സ്പേസ് എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കണം. കാരണം എല്ലാ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഓടിക്കൊള്ളണമെന്നില്ല. പിന്നെ കുറേ സ്റ്റെപ്പുകൾ നമ്മൾ മാക്സിമം വായ കൊണ്ടാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ നമ്മൾ വായ കൊണ്ട് പറച്ചിലുകളാവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഇതിൽ വിട്ടുപോകും, ഇടയിൽ പറയാനുള്ളതൊക്കെ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് നോക്കുക. തെറ്റുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്, പ്രത്യേകം ചെക്ക് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തെറ്റുകൾ ചൂണ്ടിക്കാട്ടണം. കാരണം ഏത് വ്യക്തിനെ സംബന്ധിച്ചും ഇപ്പം ഞാൻ വലിയ ആളൊന്നുമല്ല, അതുപോലെ തന്നെ നിങ്ങളും നോക്കുക. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നെക്കാട്ടിലും കൂടുതൽ അറിയുന്നവർ നിങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുകൾ ചോദിക്കുന്നതോടുകൂടി രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ രീതി, അല്ലെങ്കിൽ ഞാൻ എഴുതിയ എന്തെങ്കിലും തെറ്റുകൾ അത് വേറൊരാളിലേക്ക് എത്താതിരിക്കാനൊരു കാര്യമാണ്. അല്ലെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. അണ്ടർസ്റ്റുഡ് ചിലത് അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ വേറെ ഓക്കെ, താങ്ക് യു വെരി മച്ച്.